എല്ലാവർക്കും വിഷുവിൻ്റെ ആശംസകൾ. സോ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് നല്ലൊരു വിഷുവിൻ്റെ ഒരു സദ്യ കഴിക്കുന്നത് നോക്കാം. ഇത് വില്ലേജ് ലൈഫാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയിൽ നിന്ന് കുറച്ച് അകത്താണ് നമ്മുടെയൊക്കെ താമസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാം കുറച്ച് വില്ലേജ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എല്ലാം വീട്ടിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഇല തൊട്ട് അത്യാവശ്യം ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ തന്നെ കൃഷി ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. സോ ഇഞ്ചി വന്നു, ചിപ്സ് വന്നു, ഇത് അവിയലാണ്. അവിയൽ കഴിഞ്ഞ് നാരങ്ങ അച്ചാറുണ്ട്, ഇഞ്ചി അച്ചാറുണ്ട്, അവിയലുണ്ട്, ചിപ്സുണ്ട്. സോ അടുത്ത വരാൻ പോകുന്നത് തോരനാണ്. നമ്മുടെ തന്നെ ഇവിടെ കൃഷി ചെയ്ത ഐറ്റംസ് മാത്രമേ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുള്ളൂ. വിഭവങ്ങൾ ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഇത് മുട്ടക്കോസിൻ്റെ തോരനാണ്, ചെറിയൊരു തോരൻ. അത് കഴിഞ്ഞ് കിച്ചടി, അത് കഴിഞ്ഞ് നാടൻ ചോറ്. ഇത് കറുത്തിരിക്കുന്നതെന്ന് വിചാരിക്കരുത്. ചോറ് ശരിക്കും നാടൻ അരിയാണ്. നമ്മൾ തന്നെ കൃഷി ചെയ്ത് നെല്ലെടുത്ത് പുഴുങ്ങി അത് കുത്തിയെടുത്ത അരിയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനത്ര നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അരിയുടെ അത്ര വലിപ്പമോ നിറമോ കാണത്തില്ല. പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത്. കാരണം പ്രീ ബോയിലിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, സയൻസിൽ പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. തലേന്ന് തിളപ്പിച്ചിട്ടാണ് നമ്മുടെ ഗ്രെയിൻസൊക്കെ യൂസ് ചെയ്യേണ്ടത്. കാരണം അത് ടോക്സിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് റിമൂവ് ചെയ്യുകയും നല്ല വിറ്റാമിൻസും മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് കണ്ടൻറ്റിൽ കാണുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മേടിക്കുന്ന അരി വെളുത്തിരിക്കുന്നതിന് കാരണം അത് പോളിഷ് ചെയ്യുന്നതുകൊണ്ടാണ്. പോളിഷ് ചെയ്യുമ്പോൾ ഇതിന് പുറത്തുള്ള വിറ്റാമിൻസും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ റിമൂവായി പോവുകയാണ്. അവസാനമുള്ള ഈ ഗ്ലൂക്കോസ് കണ്ടൻറ്റ്, കാർബോൻ്റെ കണ്ടൻറ്റ് മാത്രമേ അതിൽ കാണത്തുള്ളൂ. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അരിയൊക്കെ ചെറും പഞ്ചാര മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ. സോ നമുക്ക് ഫുഡ് കഴിച്ചു തുടങ്ങാം. ചോറ് വന്നു, പരിപ്പ് വന്നു, പപ്പടം വന്നു, എല്ലാം വന്നു. ഇങ്ങനെ പയ്യെ കഴിക്കുകയാണ്. കഴിക്കുന്നതിൻ്റെ വീഡിയോ ജസ്റ്റ് എടുത്തതാണ്, ഒരു മെമ്മറിക്ക് വേണ്ടി മാത്രം. നാടനാണ്, അതുകൊണ്ട് ഭയങ്കര രുചിയൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന അത്രയും രുചിയൊന്നും കാണത്തില്ല, നാടൻ സാധനമായതുകൊണ്ട്. ഇതാണ് എൻ്റെ പാത്രം. അത് കഴിഞ്ഞ് ഏറ്റവും കഴിഞ്ഞ് നല്ലൊരു പായസം, ബ്രഹ്മസലിയാണ്. നല്ല പായസമായിരുന്നു. എല്ലാവർക്കും ഹാപ്പി വിഷു.